വിവാഹം ചെയ്യുമോ, ലിവിങ് ടുഗദർ നയിക്കുമോ? രാം ഗോപാൽ വർമ്മയുടെ നായിക ശ്രീലക്ഷ്മി എന്ന ആരാധ്യദേവി പറയുന്നു. മോഡലിംഗ്, സിനിമയും മാത്രമല്ല ജീവിതത്തിലും ശ്രീലക്ഷ്മിക്ക് തൻ്റേതായ കാഴ്ചപ്പാടുണ്ട്. ഒരു ഫോട്ടോഷൂട്ടും അതിന് പിന്നാലെ വന്ന ഒരു ട്വീറ്റും കൊണ്ട് ശ്രദ്ധ നേടിയ താരമാണ് ആരാധ്യദേവി എന്ന് സിനിമയിൽ പേര് ലഭിച്ച ശ്രീലക്ഷ്മി സതീഷ്. ശ്രീലക്ഷ്മി സമ്മതം മൂളും മുമ്പേ രാം ഗോപാൽ വർമ്മ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ചുമരിൽ ശ്രീലക്ഷ്മിയുടെ ചിത്രം തൻ്റെ നായികന്മാരുടെ പാനലിലേക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. സാരി അണിഞ്ഞ് ഫോട്ടോകളിൽ പ്രത്യക്ഷപ്പെട്ട ശ്രീലക്ഷ്മിയുടെ ആദ്യ സിനിമയുടെ പേരും സാരി എന്ന് തന്നെ. ഈ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് സാരി ദിനത്തിലാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. തൻ്റെ ജീവിതത്തിലും ശ്രീലക്ഷ്മിക്ക് അഭിപ്രായങ്ങളും തിരഞ്ഞെടുപ്പുകളുമുണ്ട്. സാരി ചുറ്റിയുള്ള ചിത്രം വന്നപ്പോൾ തന്നെ മേനി പ്രദർശനം എന്ന് പലരും ഈ യുവതിയെ അധിക്ഷേപിച്ചു. സൈബർ സ്പേസിൽ ആക്രമിച്ചവരിൽ ഭൂരിപക്ഷവും സ്ത്രീകൾ തന്നെയെന്ന് ശ്രീലക്ഷ്മി പിന്നീട് പറയുകയും ചെയ്തു. വീണ്ടും വീണ്ടുമുള്ള ഫോട്ടോഷൂട്ടുകളായിരുന്നു ഇതിനുള്ള മറുപടിയായി ശ്രീലക്ഷ്മിക്ക് പറയാനുണ്ടായിരുന്നത്. രാജാ രവിവർമ്മയുടെ പെയിന്റിംഗ് പോലെ മനോഹരമായി ശ്രീലക്ഷ്മി പോസ്റ്റ് ചെയ്തു. കമൻറ്റുകാരെ കമൻറ്റ് ബോക്സ് പൂട്ടി അവർ പുറത്താക്കി. രാം ഗോപാൽ വർമ്മ ട്വീറ്റ് ചെയ്തപ്പോൾ മുതൽ മാത്രമാണ് ശ്രീലക്ഷ്മി അങ്ങനെയൊരാൾ ഉണ്ടെന്ന വിവരം അറിയുന്നത് പോലും. സിനിമയിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ ആദ്യമൊന്നും പതറിയെങ്കിലും പിന്നെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ ആരാധ്യദേവി എന്ന പേരിൽ ശ്രീലക്ഷ്മി സിനിമയിലെത്തി എന്ന് എല്ലാവർക്കും മനസ്സിലായി. ചില പരസ്യ ചിത്രങ്ങളിൽ പ്രധാന മോഡലാവാനും ശ്രീലക്ഷ്മിക്ക് അവസരം വന്നു ചേർന്നു. ആഘോഷ് വൈഷ്ണവ നടത്തിയ ഫോട്ടോഷൂട്ടാണ് ശ്രീലക്ഷ്മിയെ ഇന്ന് കാണുന്ന ആരാധ്യദേവി വരെയാക്കി മാറ്റിയത്. മോഡലിംഗ്, സിനിമയും മാത്രമല്ല ജീവിതത്തിലും ശ്രീലക്ഷ്മിക്ക് തൻ്റേതായ കാഴ്ചപ്പാടുണ്ട്. ജീവിതത്തിൽ വിവാഹം ചെയ്യുമോ അതോ ലിവിങ് ടുഗദർ തിരഞ്ഞെടുക്കുമോ എന്ന ചോദ്യത്തിന് ശ്രീലക്ഷ്മി മറുപടി കൊടുത്തു. ഇൻസ്റ്റഗ്രാമിലെ ചോദ്യോത്തരവേളയിലാണ് ശ്രീലക്ഷ്മിയുടെ പ്രതികരണം. ഒന്ന് മറ്റൊന്നതിനേക്കാൾ മികച്ചത് എന്ന അഭിപ്രായക്കാരി അല്ല ശ്രീലക്ഷ്മി. ഒരെണ്ണം പഴയതെന്നോ മറ്റേത് പുതിയതെന്നോ വിളിക്കാനുമില്ല, രണ്ടും എന്നാണ് ശ്രീലക്ഷ്മി സതീഷ് നൽകുന്ന മറുപടി.